ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 നമ്മളെല്ലാവരും കാലെടുത്ത് വെച്ച് കഴിഞ്ഞു. അവസാനമാകുമ്പോഴേക്കും ഒരു കാര്യം പറയാനിടയാകരുത്. 2024 തുടങ്ങിയത് മാത്രം ഓർമ്മയുണ്ട്. ദേ ഇപ്പോൾ അവസാനമായി. ഇതിനിടയിലുള്ള സമയത്തിന് എന്ത് സംഭവിച്ചു? ഇത് പലപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു ഡയലോഗാണ്. ഇത്തവണ അതിന് നമ്മൾ അവസരം ഉണ്ടാക്കരുത്. അപ്പോൾ നമുക്കൊരു ചെറിയ എക്സസൈസ് ചെയ്യാം. ഞാൻ ക്ലോസ് യുവർ ഐസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ണടക്കണം, ഓപ്പൺ യുവർ ഐസ് എന്ന് പറയുമ്പോൾ തുറക്കണം. ഇങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കാൻ പാടുള്ളൂ, നമ്മുടെ ശ്വാസോച്ഛ്വാസം. വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കാൻ പാടില്ല. അപ്പം നമുക്ക് തുടങ്ങാം. ക്ലോസ് യുവർ ഐസ്. ഓപ്പൺ യുവർ ഐസ്. ശരിക്കും പറഞ്ഞാൽ 1 മിനിറ്റ് പോലും ആയിട്ടില്ല നമ്മളിങ്ങനെ കണ്ണടച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ നമുക്ക് സമയത്തിന് നല്ല ദൈർഘ്യം തോന്നി. അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഇങ്ങനെ ഇരുന്നു. നമ്മൾ പ്ലാൻഡ് ആയിരുന്നു. നമ്മൾ മനസ്സിനെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് നിർത്തി. സമയത്തിന് ആവശ്യത്തിന് ദൈർഘ്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. 1 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ദൈർഘ്യമുള്ളൊരു സമയമാണ്. അപ്പോൾ വേണ്ടത്ര പ്ലാനിങ്ങോടുകൂടി ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. കേരളത്തിൽ എറണാകുളം ജില്ലയിൽ കളമശ്ശേരി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ പ്രശസ്തമായൊരു കോളേജുണ്ട്, സെയിൻറ്റ് പോൾസ് കോളേജ്. എനിക്ക് ആത്മബന്ധമുള്ളൊരു കോളേജാണ്. ആ കാലത്തിൽ പൊലിഞ്ഞുപോയ എൻ്റെ സഹോദരൻ ഡൊമിനിക്ക് പഠിപ്പിച്ചിരുന്ന കോളേജാണ്. ആ കോളേജിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടറാണ് ഫാദർ ഫെലിക്സ്. ഫെലിക്സ് അച്ഛൻ എൻ്റെ ഭർത്താവിൻ്റെ ഫസ്റ്റ് കസിനാണ്. ഞാനൊരു നവവധുവായിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന കാലം തുടങ്ങി ഫെലിക്സിനെ അറിയാം. അന്ന് ഞങ്ങൾ ഫെലിക്സ് എന്നാണ് വിളിച്ചിരുന്നത്, കൊച്ചു പയ്യൻ. ഞാൻ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഫെലിക്സിൻ്റെ ഒരു പ്രസംഗ പാഠവും പിന്നെ ഡിസിപ്ലിൻ. എന്തായാലും ഫെലിക്സ് ഫാദർ ഫെലിക്സായി മാറി. വേറെ ഒരു പുരോഹിതൻ്റെ ജീവിതം ഞാൻ ഇത്രയും അടുത്തറിഞ്ഞിട്ടില്ല. വളരെ നിസ്വാർത്ഥനായി പ്രവർത്തിക്കുന്ന ഒരു പുരോഹിതൻ ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും 100% കമ്മിറ്റ്മെൻ്റ് എന്നൊക്കെ നമുക്ക് പറയാം. ഞാൻ അങ്ങനെയാണ് ഫാദർ ഫെലിക്സിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രജത ജൂബിലി ആഘോഷങ്ങളിൽ ഞാൻ ഈയിടെ പങ്കെടുത്തു. അവിടെ ഫാദർ ഫെലിക്സിനെ പറ്റി സംസാരിച്ച എല്ലാവരും തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി പ്രത്യേകം എടുത്തു പറഞ്ഞു. അതെന്താണെന്നോ? പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ്. കോളേജിലുള്ള അധ്യാപകരും പറയാറുണ്ട്, ഫെലിക്സ് അച്ഛൻ കോളേജിലുണ്ടെങ്കിൽ നല്ല സമാധാനമാണ്. കാരണം എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അതിനൊരു പരിഹാരം അദ്ദേഹം ഉണ്ടാക്കിയിരിക്കും. അത് ശരിക്കും ഒരു സ്കില്ലാണ്. ഈ ഒരു കഴിവുള്ള ആളുകളോട് നമുക്ക് ഒരുപാട് ബഹുമാനം തോന്നും. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഗീതാകുമാരി, ഞങ്ങൾ കോളേജിൽ കൊളീഗ്സ് ആയിരുന്നു. എൻ്റെ യൂട്യൂബ് ചാനലിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ്. ഗീതാകുമാരിയുടെ ഭർത്താവ് ചന്ദ്രമോഹൻ. 2 പേരും കോളേജിലെ പ്രൊഫസേഴ്സായിരുന്നു. ഇപ്പോൾ ഈ ചന്ദ്രമോഹനെക്കുറിച്ച് ഗീതാകുമാരി പറയുന്ന ഒരു കാര്യമുണ്ട്. ചന്ദ്രമോഹനിൽ കാണുന്ന ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ചന്ദ്രമോഹൻ അത് ശാന്തമായിട്ട് കേൾക്കുക മാത്രമല്ല ശ്രദ്ധിക്കും, അതിന് പരിഹാരം ഉണ്ടാക്കിയിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ക്വാളിറ്റിയാണ്. പക്ഷേ പലരും അങ്ങനെയല്ല. ഒരു പ്രശ്നമുണ്ടെങ്കിൽ ചിലരുടെ സാമീപ്യം കൊണ്ട് അത് കൂടുതൽ സങ്കീർണമാകും. അവർ പ്രശ്നസ്ഥലത്തേക്ക് വരുന്നെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആധിയാവും, ഇനി എന്തൊക്കെ സംഭവിക്കുമോ ആവോ. ന്യൂ ഇയറിൽ ഞാൻ വിഷ് ചെയ്തത് ഇങ്ങനെയാണ്: വിഷ് യു ഓൾ എ ഹാപ്പി ആൻഡ് പീസ്ഫുൾ 2024. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സന്തോഷവും സമാധാനം. സന്തോഷവും സമാധാനവും തരുന്നതിൽ വലിയൊരു പങ്കുവഹിക്കുന്ന ഒന്നാണ് പ്രശ്നപരിഹാരം. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായേ മതിയാവും. കാരണം നമ്മുടെ ജീവിതത്തെ കളർഫുള്ളാക്കുന്നത് ഈ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം. പ്രശസ്ത റഷ്യൻ എഴുത്തുകാരനും ചിന്തകനുമായ മാക്സിം ഗോർക്കി എന്താ പറഞ്ഞിട്ടുള്ളതെന്നോ? വെൻ എവറിത്തിങ് ഈസ് ഈസി വൺ ഈസിലി ഗെറ്റ്സ് സ്റ്റുപ്പിഡ്. പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാം സുഗമമായിട്ട് പോയി കഴിഞ്ഞാൽ
നമ്മളെല്ലാവരും ഒന്നിനും കൊള്ളാത്തവരായി മാറും. വി ബിക്കം സ്റ്റുപ്പിഡ്. അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത് എന്താണെന്നോ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ചിലർ വന്നു കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകും. അവരുടെ പ്രശ്നത്തോടുള്ള സമീപനവും ആശയവിനിമയമൊക്കെയാണ് ഈ പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നത്. ഒരുപക്ഷെ അതവർ തിരിച്ചറിയുന്നുണ്ടാവില്ല. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത് എന്താണെന്നോ, വെരി ഇൻട്രസ്റ്റിംഗ്. പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത 6 കാര്യങ്ങൾ. വീഡിയോ അവസാനം വരെ കാണണം. അവസാനം ഒരു സ്പെഷ്യൽ അനൗൺസ്മെൻ്റ് ഉണ്ട്. നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം, പ്രശ്നങ്ങളെക്കുറിച്ച് അറിയുമ്പോഴുള്ള ചിലരുടെ ഫസ്റ്റ് റിയാക്ഷൻ ആകെ കുഴപ്പം പിടിച്ചതാണ്. പ്രശ്നങ്ങളെ അനലൈസ് ചെയ്യാതെ ചില പരാമർശങ്ങൾ അവർ നടത്തും. പ്രശ്നത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നവരെ പേടിപ്പിക്കും, ആങ്സൈറ്റി വളർത്തിയെടുക്കും, അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തും. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയി, ഒരു കുട്ടിയുടെ പ്രശ്നം അതാണ്. ഇതറിയുന്ന ചില പാരൻസ് പറയാറില്ലേ, നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞതാണ് മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കാൻ, ഇനി അനുഭവിച്ചോ എന്നൊക്കെ പറയുമ്പോൾ അവിടെ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? പ്രശ്നം പരിഹരിക്കപ്പെടാനേ പോകുന്നില്ല, കുട്ടി ഒരുപാട് റിബല്യസ് ആകും. പക്ഷേ എന്നാലും ചിലരങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ, അത് നീ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ, അത് പറയേണ്ടത് അപ്പോഴല്ല, സമാധാനമായിട്ടിരിക്കുമ്പോൾ ഇതൊക്കെ പറയാം. 2, കൂടുതൽ ആളുകൾ ഉൾപ്പെടുന്ന പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ പരസ്പരം നടത്തുന്ന കുറ്റാരോപണങ്ങൾ പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കും. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നീ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ, മറ്റേയാൾ എന്ത് പറയും, നിങ്ങളായിരുന്നില്ലേ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആൾ. ഇങ്ങനെ പരസ്പരം കുറ്റാരോപണം നടത്തുമ്പോൾ പ്രശ്നം പരിഹരിക്കാനുള്ള വഴി പൂർണ്ണമായിട്ട് അടഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം കുറ്റാരോപണം നടത്തി സമയം പാഴാക്കി കളയരുത്. നമ്മൾ ഉടനെ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് നമുക്കിതൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുക. അങ്ങനെയാണ് സൊല്യൂഷനുള്ള മാർഗങ്ങൾ നമ്മുടെ ചിന്തകളിൽ തെളിഞ്ഞു വരുന്നത്. ഇത് 2 കൂട്ടർക്കും പ്രയോജനപ്രദമാണ്. കാരണം നമ്മൾ ഉൾപ്പെടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയൊരു ആവശ്യമാണ്. മൂന്നാമത്തെ കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. വീടുകളിലെ പ്രായമായ മാതാപിതാക്കൾ രോഗാവസ്ഥയിലൊക്കെ അവരെ നോക്കേണ്ട അവസരങ്ങൾ വരുമ്പോൾ എല്ലാ മക്കൾക്കും ഒരുപോലെ നോക്കാൻ പറ്റിയെന്നിരിക്കില്ല. ചില മക്കൾ ഉത്തരവാദിത്വം എടുത്ത് അവരെ നോക്കാനൊക്കെ തയ്യാറാകും. എല്ലാവർക്കും അതിന് സാധ്യമായെന്ന് വരില്ല. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നോ, ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നവർക്കെതിരെ ആളുകൾ പല ആരോപണങ്ങളും ഉന്നയിക്കും. മനഃശാസ്ത്രപരമായ ചില കാരണങ്ങളും അതിൻ്റെ പിന്നിലുണ്ട്. ഉത്തരവാദിത്തം നിർവഹിക്കാതിരിക്കുന്ന ചിലർ. അപ്പോൾ ഇവർ ഉത്തരവാദിത്തം നിർവഹിക്കുന്നുമില്ല, വേറെ ആളുകൾ ഇത് ഏറ്റെടുത്ത് ചെയ്യുന്നത് കാണുമ്പോഴുണ്ടാകുന്ന മാനസിക സംഘർഷത്തിൽ നിന്നും ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകാറുണ്ട്. പാരൻറ്റിങ്ങിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ ആരെങ്കിലും ഒരു പാരൻ്റ് ആയിരിക്കും മക്കളെ വളർത്തുന്നതിൽ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. അവിടെയും ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളെ കുറ്റപ്പെടുത്താൻ മറ്റേ ആൾക്ക് ഉത്സാഹം ഉണ്ടാവും. ആത്മാർത്ഥതയോടുകൂടി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്യുന്ന ആളുകളെ ഇത് വല്ലാതെ ഹേർട്ട് ചെയ്യും. അവർക്ക് എന്തെങ്കിലും അപാകത സംഭവിച്ചാൽ പോലും നമ്മളത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സഹായമല്ല കൊടുക്കേണ്ടത്. അതുമല്ല, അവർ ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അംഗീകരിക്കപ്പെടുകയും വേണം. 4ാമത്തെ കാര്യം, ചിലർക്ക് വല്ലാത്ത മൂഡ് വേരിയേഷൻസ് ആണ്. പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നവരുണ്ട്. ചില വീടുകളിലെ അച്ഛനറിയണ്ട, അച്ഛനറിഞ്ഞാൽ ദേഷ്യപ്പെടും. അതുപോലെ തന്നെയാണ് സ്ഥാപനങ്ങളിലും. ചില കാര്യങ്ങൾ ചിലരെ അറിയിക്കാതിരിക്കുക. കാരണം അവരാ പ്രശ്നങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യപ്പെടും, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. എന്നോടൊരു ഭാര്യ പറഞ്ഞിട്ടുണ്ട്, വീട്ടിലെ ഉപകരണങ്ങൾ കേടായി എന്ന് പറഞ്ഞാൽ തന്നെ ഭർത്താവിന് ദേഷ്യം വരും. നിങ്ങൾ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ, ശ്രദ്ധിച്ചുപയോഗിക്കണ്ടേ. ഇങ്ങനെ പല പല കുറ്റാരോപണങ്ങളാണ്. പ്രശ്നം വരുമ്പോൾ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണമെങ്കിൽ നമ്മളത് നന്നായിട്ട് ശ്രദ്ധിക്കണം. അതല്ലേ ആദ്യം വേണ്ടത്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ചിന്തിക്കാൻ പറ്റില്ല, ശ്രദ്ധിക്കാൻ പറ്റില്ല. പിന്നെ വരുന്നൊരു പ്രശ്നം എന്താണെന്നോ, ഈ ദേഷ്യപ്പെടലോടുകൂടി മറുഭാഗത്ത് നിൽക്കുന്നവർക്ക് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള താല്പര്യം നഷ്ടപ്പെടും. അവരതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാതെയാകും, അവർക്ക് ഇൻവോൾവ്മെൻ്റ് ഇല്ലാതാവും. വേറെ ചിലരുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ വല്ലാതെ അപ്സെറ്റാവും, നിരാശപ്പെടും, സങ്കടപ്പെടും. സങ്കടം, നിരാശയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യവും ചെയ്യാനുള്ള എനർജി ഉണ്ടാവില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്ന് നമ്മൾ നമ്മളെ സ്വയം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഒരു സൊല്യൂഷനുണ്ട്. 5ാമത്തെ കാര്യം, പ്രശ്നങ്ങൾ പലതും പതുക്കെ പതുക്കെയാണ് വളർന്നു വരുന്നത്. പക്ഷെ തുടക്കത്തിൽ ചിലരത് ഗവനിക്കില്ല. പാരൻറ്റിങ്ങിലൊക്കെ പറയാറില്ലേ, കുട്ടികൾ ചെറിയ ചെറിയ കളവുകളൊക്കെ നടത്തിക്കഴിഞ്ഞാൽ
ചില മാതാപിതാക്കൾ ശ്രദ്ധിക്കില്ല, ചിലപ്പോൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അവസാനം ഇതൊക്കെ വലിയ കളവുകളിലേക്ക് മാറിക്കഴിയുമ്പോഴാണ് അതേപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങുന്നത്. പ്രശ്നങ്ങൾ തുടങ്ങുന്ന ആ സമയത്ത് അതിനെ കൈകാര്യം ചെയ്യാൻ കുറച്ചുകൂടി സിമ്പിളാണ്. കോളേജിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നൊരു കാര്യമാണ്, കുട്ടികളുടെ ചെറിയ ഇൻഡിസിപ്ലിൻ പ്രോബ്ലമൊക്കെ ഉണ്ടാവില്ലേ, ഉടനെ തന്നെ അതിൽ ഇടപെടുകയും പരിഹാരം കാണാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ഒരാൾ ഒരു ജനലിൻ്റെ ചില്ല് പൊട്ടിച്ചതാവാം, പലരും അത് ശ്രദ്ധിക്കാതെ വിടും. ഒരു ജനലിൻ്റെ ചില്ലല്ലേ പൊട്ടിച്ചുള്ളൂ, ഞാൻ അയാളെ വിളിച്ച് ചില്ല് മാറ്റി വെപ്പിക്കുമായിരുന്നു. ഇനി 6ാമത്തെ കാര്യം, ചിലരുടെ ചില രീതികളുണ്ട്, ഒരു സൊല്യൂഷനും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അവർ സമ്മതിക്കില്ല. അതിനെന്തെങ്കിലും ഒരു ഉടക്കം അവർ പറയും. അവരല്ലല്ലോ സൊല്യൂഷൻ പറഞ്ഞത്, വേറൊരാളല്ലേ. അത് അംഗീകരിച്ചു കൊടുക്കാനുള്ളൊരു മടിയുണ്ടാവും. അങ്ങനെ മറ്റേ ആൾ വലിയ ആളാകണ്ട, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ് മനുഷ്യർ. പിന്നെ ചിലർക്ക് എന്തോ പ്രശ്നമായിട്ട് തുടരാനാണ് ഇഷ്ടം. ഏതൊരു സിനിമയിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ ഒരു റോളുണ്ട്. 4 ആൾ കൂടി നിന്നാൽ ഉടനെ ഈ കഥാപാത്രം ചെന്ന് ചോദിക്കും, എന്താണ് പ്രശ്നം? വിജയിക്കുന്നവരെക്കുറിച്ചും പരാജയപ്പെടുന്നവരെക്കുറിച്ചും നടത്തിയ പഠനങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, വിന്നേഴ്സ് ആർ ഓൾവേസ് ഓൺ ദ പാർട്ട് ഓഫ് ദി സൊല്യൂഷൻ, ലൂസേഴ്സ് ആർ ഓൾവേസ് ഓൺ ദ പാർട്ട് ഓഫ് ദ പ്രോബ്ലം. നിങ്ങൾക്ക് പ്രശ്നം പരിഹരിക്കാൻ ആഗ്രഹമുണ്ടോ? പ്രശ്നങ്ങൾ പരിഹരിച്ച് സന്തോഷവും സമാധാനവും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഈ 6 കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇനി സ്പെഷ്യൽ അനൗൺസ്മെൻറ്റ് പറയാം. ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക, അതും സ്വയം കണ്ടെത്താൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതിനുള്ള സംവിധാനങ്ങളൊക്കെ പ്രകൃതി നമ്മളിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, സംസാരിക്കാനുള്ള കഴിവുണ്ട്, നമ്മുടെ ഉപബോധ മനസ്സ്, ഇതെല്ലാം പ്രശ്നപരിഹാരങ്ങൾക്ക് നമ്മളെ സഹായിക്കും. പക്ഷെ അതേക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്, സ്കിൽസ് ആർജിക്കാനുണ്ട്. ഇതിനെല്ലാം സഹായിക്കുന്ന ഒരു കോഴ്സാണ് ഞാൻ എല്ലാ മാസവും നടത്തിക്കൊണ്ടിരിക്കുന്നത്, മൈൻഡ് പവർ ആൻഡ് ലൈഫ് സ്കിൽസ് ഡെവലപ്മെൻറ്റ്. ഇത്തവണ നമ്മൾ കോഴ്സ് ആരംഭിക്കുന്നത് 17-ാം തീയതിയാണ്. 17 തൊട്ട് 24-ാം തീയതി വരെ 8 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഗൂഗിൾ മീറ്റിലാണ് നടത്തുക. താല്പര്യമുള്ളവർ 9388605198 ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക, ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം. അടുത്ത വെള്ളിയാഴ്ച പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.